മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുന്നു അവരുടെ പട്ടിക വന്നാലേ അതിനകത്ത് ഒഫീഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ തന്നെ പറ്റുള്ളൂ. പക്ഷേ CPM-നകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ പാർട്ടിക്കകത്ത് ഇപ്പം സാധാരണ പ്രവർത്തകൻ്റെയോ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയോ വികാരമൊന്നും ഉൾക്കൊള്ളുന്ന രീതിയല്ല ഇപ്പോൾ ഉള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എല്ലാവരുടെയും സുധാകരൻ്റെയൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതായിട്ടൊന്നുമില്ല. അങ്ങനെ സുധാകരൻ മാത്രമല്ല, കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അണികൾ ഈ സർക്കാരിൽ അമർഷം ഉള്ളവരാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ അമർഷം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതെ, തീർച്ചയായിട്ടും പറഞ്ഞു വെക്കുന്നു. അങ്ങനെ പറയുന്ന ആളല്ലായിരുന്നു അദ്ദേഹം. അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അദ്ദേഹത്തിന് പോലും മനോവിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയേണ്ടി വന്നു. ആ സാഹചര്യം തന്നെ ആ പാർട്ടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തെളിവാണ്. ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. സുധാകരൻ ഇപ്പോഴും CPM-ൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല.